ഇവിടെ പത്രസമ്മേളനം നടത്താനിടയായതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും നമ്മുടെ കണ്ടോൺമെൻറ് ഹൗസ് ഒഴിഞ്ഞില്ല. അത് ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുകയായിരിക്കും. അതിൻ്റെ കാലതാമസമായിരിക്കാനാണ് സാധ്യത. നിങ്ങൾക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആകാവുന്നത്ര വേഗതയിൽ തന്നെ ക്ലിഫ് ഹൗസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അറ്റകുറ്റപ്പണി കുറച്ച് സമയം എടുത്തിട്ടുണ്ടോ? അതായിരിക്കാനാണ് സാധ്യത. എപ്പോഴാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോകുകയെന്നറിയില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും ചില അറ്റകുറ്റപ്പണി ഉണ്ടാവും. അപ്പം അതിനുശേഷം അവിടെ പോകുന്ന നിലയുണ്ടാവും. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങളെ അവിടെ വിളിക്കാത്തത് നിങ്ങൾക്ക് സംശയമുണ്ടല്ലോ. ഉണ്ടാകാനിടയില്ല, എന്നാൽ ആ വ്യക്തത ഉണ്ടാക്കാൻ പറഞ്ഞത് മാത്രമേ. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചിട്ട് 4 ദിവസങ്ങളായി. നിപ്പ വൈറസിൻ്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണ്. ഇത് ഇന്നലെ കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ല. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു കാര്യം ആദ്യമേ തന്നെ വ്യക്തമാക്കുകയാണ്. മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോൾ അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ നിപ്പയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഞങ്ങളേതായാലും തയ്യാറാണ്. എല്ലാ സഹകരണവും ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഇവിടെ പ്രധാന പ്രശ്നം വരുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർക്കിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ്. അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്ന ആശയക്കുഴപ്പം. ഇത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ട ഘട്ടമാണ്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണ സംവിധാനവും സാധാരണ നിലക്കുള്ള ഏകോപനമില്ലാതെ പ്രവർത്തിക്കുന്നു. നിങ്ങളെ അനുഭവത്തിൽ തന്നെ അത് കണ്ടിട്ടുണ്ടാവും. വിവിധ പ്രസ്താവനകൾ അതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. മുൻപ് നിപ്പ ബാധ ഉണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ LDF ഭരണമായിരുന്നു. ആ ഘട്ടത്തിൽ ആരാണോ ആരോഗ്യമന്ത്രി, ആ ആരോഗ്യമന്ത്രി നിപ്പ ബാധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. സാധാരണ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ ഇതുപോലൊരു ബാധ ഉണ്ടായാൽ നിപ്പയെപ്പോലുള്ള ഒരു മാരകമായ പ്രകടശേഷിയുള്ള രോഗം വ്യാപിക്കാനുള്ള സാധ്യത കണ്ടാൽ അത് തടയുന്നതിനുള്ള ഏകോപനം വളരെ പ്രധാനം. അത് ഉത്തരവാദപ്പെട്ട മന്ത്രി കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തുന്ന നിലയാണ് മുൻകാലങ്ങളിൽ കേരളം കണ്ടിരുന്നത്. പക്ഷേ അത്തരമൊരു ജാഗ്രത എവിടെയും കാണാനില്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. ഇപ്പോൾ കൺട്രോൾ റൂം അതെന്തോ ജനപ്രതിനിധികൾ അകന്നു നിൽക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാർ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ജനപ്രതിനിധികൾ കൂടി സഹകരിച്ച് അവരുടെ കൂടി നല്ല കൂട്ടായ്മയുടെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് മുൻകാലങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. നിപ്പയുടെ അതീവ ഗൗരവമായ സാഹചര്യം ഉയർന്നു വന്ന ഘട്ടത്തിലാണ്
ഇവിടെ വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കിയ DHSനെ മാറ്റുന്ന നടപടിയുണ്ടായി. ഇതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെ ഇത്തരമൊരു ഘട്ടത്തിൽ മാറ്റുക എന്നത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് സിസ്റ്റത്തോടുള്ള നിസ്സഹകരണം കാരണമാണ് മാറ്റിയത് എന്നാണ്. വകുപ്പിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം നിലവിലുള്ളതാണ്. അത് തകർക്കാൻ പുതിയ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പഴയ കാലം, ഒരു ദശാബ്ദം മുൻപുള്ള കാലത്ത് എങ്ങനെയെല്ലാം സ്ഥലമാറ്റങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് എല്ലാവരുടെയും ഓർമ്മയിലും അറിവിലും ഉള്ളതാണ്. എന്നാൽ ചില തസ്തികൾക്ക് ലക്ഷങ്ങൾ മറിയുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നതും അങ്ങാടിപ്പാട്ടായിരുന്നു. ആ കാലത്തേക്ക് തിരിച്ചു പോകാനാണോ ഈ സുതാര്യമായ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നത് പൊതുവെ ഒരു ആശങ്കയായി ഉയർന്നതായി കാണുന്നുണ്ട്. ഇപ്പോഴത്തെ DHSൻ്റെ കാര്യത്തിൽ നേരത്തെ LDF സർക്കാർ അവരുടെ സർവീസ് ഒരു വർഷം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചു. ആ തീരുമാനം അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ സ്ഥാനചലനം വന്നിട്ടുള്ളത്. ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നത് ഇത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണോ എന്നതാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നിപ്പയ്ക്ക് പുറമെ പലതരത്തിലുള്ള മാരക അസുഖങ്ങൾ കേരളത്തിൽ വരുന്നു എന്ന അവസ്ഥയുണ്ട്. അതിലൊരു കാര്യം ആരോഗ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് പാലക്കാട്ട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ DMO അങ്ങനെയില്ല എന്നും പറയുകയുണ്ടായി. ആര് പറഞ്ഞതാണ് ശരിയെന്ന് സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്താകെ ഇത്തരം ഘട്ടത്തിൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിന് അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഷിഗല്ല രോഗവ്യാപനം വലിയ ആശങ്കയാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ട ഘട്ടമാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ശരിയായ രീതിയിൽ ഉറപ്പുവരുത്താനാകും. ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ഊർജിതമാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. വളരെ അപകടകാരിയായ വെസ്റ്റ് നൈൽ രോഗബാധ അതും സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ 2 മരണങ്ങൾ സംഭവിച്ചു. ഡെങ്കിപ്പനിയും വ്യാപകമാവുകയാണ്. മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചപ്പനി കാരണം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയുള്ളൂ. ഇവിടെ കാണേണ്ടത് കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ വ്യാപകമാകാൻ ഇടയാകുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം വേണ്ട രീതിയിൽ നടക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. മലിനജലം റോഡിൽ നിറഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷം പ്രധാന നഗരങ്ങളിൽ പോലും പതിവായിരിക്കുകയാണ്. നഗരഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ല എന്നത് കാണേണ്ടതായിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിൽ ദൈനംദിനമുള്ള മാലിന്യം നീക്കം ചെയ്യൽ പോലും
നടക്കാത്ത ഇടങ്ങളുണ്ട്. ഇവിടെ ആവർത്തിച്ച് പറയാനുള്ളത്, മുൻ സർക്കാരിൻ്റെ കാലത്ത് രോഗബാധയും കോവിഡ് പോലെ ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച മഹാമാരിയോ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭരിക്കുന്നവർക്കെതിരെ ശാപവാക്കുകൾ പറയാൻ മിടുക്ക് കാണിച്ച, അങ്ങനെ കയ്യടി വാങ്ങാൻ ശ്രമിച്ച ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി, അദ്ദേഹത്തോട് പറയാനുള്ളത് അതേ രീതിയിലല്ല ഞങ്ങളിതിനെ കാണുന്നത്. ഉദ്യോഗസ്ഥ മേധാവികളെ കുറ്റപ്പെടുത്തി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം അദ്ദേഹം നടന്നതായി കാണുന്നത്. ഇവിടെ രോഗവ്യാപനവും വൈറസ് വ്യാപനവും ആര് ഭരിക്കുന്നത് നോക്കിയല്ല നടക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള വിവേകം ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾ പിഴവുകളില്ലാത്ത വിധം പൂർത്തിയാക്കാൻ ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും മരുന്നുകളുടെ ലഭ്യതയും ഉറപ്പുവരുത്താനുമാണ് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലുകൾ. വന്യജീവി ആക്രമണം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു. 3 ആഴ്ചക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിലും അങ്ങേയറ്റം ഉദാസീനമായ നിലപാടാണ് സർക്കാരും വനം മന്ത്രിയും സ്വീകരിച്ചു കാണുന്നത്. പരിഹാരങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ പരിഹാസമാണ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഇത് ജനങ്ങളോട് കാണിക്കുന്ന നിസ്സംഗമായ നിലപാടാണ്. അതാണ് തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. സൂര്യനെല്ലിയിലെ മാരി എന്ന ആദിവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം മന്ത്രി ആലുവ മൂന്നാർ രാജപാത വഴി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ മരണവീട് സന്ദർശിക്കാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മാരിയുടെ കുട്ടിയെ കാണാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപകടത്തിൻ്റെ തലേ ദിവസം തന്നെ ആ പ്രദേശത്ത് 17ഓളം ആനകൾ കറങ്ങുന്ന വിവരം RRT അറിയിച്ചു എന്നാണ് കേൾക്കുന്നത്. ഒരു മുൻഗണന നടപടിയും എടുത്തിരുന്നില്ല. ഇതോടൊപ്പം തന്നെ വയനാടുണ്ടായ ആക്രമണം വലിയ അനാസ്ഥ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായത്. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യവും ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ LDF സർക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. ഇന്ന് ഭരിക്കുന്നവർ, അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. അത് 21 ലക്ഷം രൂപയാകും. അതായിരുന്നു അവരുടെ വാഗ്ദാനം. ഇപ്പോൾ ആ വാഗ്ദാനം നടപ്പിലാക്കുന്നുണ്ടോ അതിനെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കുന്നതായി കാണുന്നില്ല. വന്യമൃഗാക്രമണങ്ങൾ തടയാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല എന്ന് വനമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്നും കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായി കേട്ടു. അപ്പോൾ സാധാരണക്കാരുടെ ജീവൻ്റെ പ്രശ്നത്തിൽ ഇതുപോലുള്ള പരിഹാസപൂർവമായ നിലപാടാണോ ഉത്തരവാദപ്പെട്ട മന്ത്രിയും സർക്കാരും സ്വീകരിക്കേണ്ടത്? ഇത്തരത്തിൽ നിരുത്തരവാദപരമായ നിലപാട് ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുമില്ലേ? വയനാട്ടിലെ കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അതൊരു സാധാരണ സംഭവമല്ലേ എന്നായിരുന്നു
സ്ഥലം MLA-യുടെ പ്രതികരണം. ഇവിടെയാണ് പഴയ കാര്യം ഓർക്കേണ്ടത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വന്യജീവി ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവെച്ച് വലിയ പ്രചരണമാണല്ലോ നടത്തിയിരുന്നത്. എന്നാൽ വന്യജീവി സംരക്ഷണ ബിൽ ഭേദഗതി ഉൾപ്പെടെ പരിഹാര മാർഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമങ്ങളോടെല്ലാം നിസ്സഹകരിക്കുകയാണ് ഇവർ ചെയ്തത്. അവരിപ്പോൾ പൂർണ്ണമായും ഒരു യു-ടേൺ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, 1972 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് ഇത്തരമൊരു ദുരവസ്ഥക്ക് ഇടയാക്കിയത്. അതിന് ശാശ്വതമായ പരിഹാരത്തിനാണ് കഴിഞ്ഞ LDF സർക്കാർ പോരാട്ടങ്ങൾ നടത്തിയത്. ആ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ UDF സർക്കാർ തയ്യാറുണ്ടോ എന്നതാണ് പ്രസക്തമായ പ്രശ്നം. ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിർദ്ദേശിച്ച പ്രതിവിധി ആനകൾ നാട്ടിലിറങ്ങാതിരിക്കാൻ അവയ്ക്ക് കാടുകളിൽ ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യണമെന്നായിരുന്നു. അത്തരം ഉപരിപ്ലവമായ ഉപായം കൊണ്ട് സംസ്ഥാനത്തെ പതിവ് പ്രശ്നമായ വന്യജീവി സംഘർഷ പ്രശ്നം പരിഹരിക്കാനാവും. എന്തു തന്നെ ചെയ്തിട്ടായാലും സത്വരവും ഫലപ്രദമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായേ തീരും. അതേപോലെ തന്നെ തമാശ മരത്തിൽ അവസാനിപ്പിച്ച് ഗൗരവപൂർവമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവും. നഷ്ടപരിഹാര തുക തങ്ങൾ നൽകിയ വാഗ്ദാനം പാലിക്കാൻ തയ്യാറുണ്ടോ എന്നതും നാടിനോട് പറയുന്നത് നന്നാവും. കർഷകർ നേരിടുന്ന കൃഷിനാശമുണ്ട്. അതിനാവശ്യമായ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലും നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തെ MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ UDF സർക്കാർ ഗവർണർ സ്വീകരിച്ച സമീപനത്തിൻ്റെ കാര്യത്തിൽ എന്തൊരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്? MG സർവകലാശാല VC-യായി സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവിനെയാണ് നിയമിച്ചത്. അത് സാധാരണഗതിയിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എതിർക്കാൻ തയ്യാറായില്ല. ഇത് മാത്രമല്ല, അവിടുത്തെ സെനറ്റിൽ 19 സംഘപരിവാറുകാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവൺമെൻറ്റാണല്ലോ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത്, അത്തരം നടപടികളെ എതിർക്കേണ്ടത്. എന്നാൽ സർക്കാർ തയ്യാറായിട്ടില്ല. UDF രാഷ്ട്രീയ നേതൃത്വവും അക്കാര്യത്തിൽ എതിർക്കാൻ തയ്യാറായതായി കാണുന്നില്ല. മാത്രമല്ല, ഗവർണറുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലുമില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഗവർണറുടെ നിലപാടെന്ന് പറയുന്നത് RSSന് വേണ്ടിയുള്ള നിലപാടാണ്. RSSൻ്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ പാലിക്കുന്ന മൗനത്തെക്കുറിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകിയ മറുപടി അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നായിരുന്നു. സർവകലാശാലകളിൽ ഗവർണറുടെ ഇടപെടൽ ആരംഭിച്ചത് 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആദ്യം അവർ കേന്ദ്ര സർവകലാശാലകളുടെ ഭരണ സംവിധാനങ്ങൾ കൈപ്പിടി ഒതുക്കാനാണ് ശ്രമം ആരംഭിച്ചത്. പിന്നീടാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലേക്ക് തിരിയുന്നത്. അത് 2018 മുതലാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയ 2019 മുതൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ
കൈപ്പിടി ഒതുക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് LDF സർക്കാർ അക്കാലത്ത് സ്വീകരിച്ചത്. അത് LDF സർക്കാർ അധികാരം വെടിയുന്നതുവരെ തുറന്നു വന്നു എന്നുള്ളതും എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് മുൻകാലങ്ങളില്ലാത്ത വിധം സർക്കാരും മാറി മാറി വന്ന ഗവർണർമാരും തമ്മിലുള്ള ആശയഭിന്നത ആരംഭിക്കുന്നത്. ഗവർണറുടെ ഈ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. MG യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC-യുടെ നിയമന കാര്യത്തിൽ സെനറ്റിൽ 19 സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റിയതിലും ഇതാണ് വ്യക്തമാക്കുന്നത്. ഇതിനെ എതിർക്കുന്നില്ല എന്ന സമീപനം പുതുതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. LDF സർക്കാർ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം തടയാൻ നിയമനിർമ്മാണത്തിലൂടെയും അതിനു പുറമെ നീതിപീഠങ്ങൾ വഴിയും ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിയിരുന്നത്. ഇതിന് സമാന്തരമായി ഇടതുപക്ഷ സംഘടനകൾ ശക്തമായ പ്രക്ഷോഭങ്ങളും ചെറുത്തുനിൽപ്പും നടത്തിയത് നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. ഈ ജാഗ്രത അതാണ് മെയ് 18 ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ കാണിക്കാതിരിക്കുന്നത്. ഇതാണ് വിഷയം. ഇതൊരു ഗൗരവമായ വിഷയമാണ്. വൈസ് ചാൻസലർ നിയമനത്തിലുൾപ്പെടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർവകലാശാല നിയമ ഭേദഗതി ബിൽ LDF സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. അതിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അന്ന് ഗവർണറിൽ നിന്നും ചാൻസലർ പദവി എടുത്തു മാറ്റാനുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് ശ്രമിച്ചിരുന്നത്. 2022 നവംബറിൽ ഇതിനായി ഓർഡിനൻസ് അംഗീകരിക്കുകയും ഡിസംബറിൽ നിയമസഭ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ നിലയാണ് പിന്നെ ഉണ്ടായത്. ഈ ബില്ലിനെ നിയമസഭയിൽ UDF എതിർക്കുകയാണ് ചെയ്തത്. നിയമസഭ പാസ്സാക്കിയ നിയമത്തിന് അംഗീകാരം നൽകാൻ ഗവർണർ തയ്യാറായില്ല. ഗവർണർ പിടിച്ചു വെച്ചു. അപ്പോൾ അതിനെതിരായി അന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത്തരം നടപടികളെയെല്ലാം പിന്താങ്ങേണ്ടവരായിരുന്നു പ്രതിപക്ഷം. പക്ഷേ പിന്താങ്ങുകയല്ല, എതിർക്കുകയും വിമർശിക്കുകയുമാണ് പ്രതിപക്ഷം അന്ന് ചെയ്തത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാബാഹ്യമായ ഇടപെടലുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നിരുന്നത്. ആ ഘട്ടത്തിൽ ബാലിശമായ എതിർപ്പുകൾ ഉയർത്തി UDF ആ ശ്രമത്തെ പിന്നിൽ നിർത്തുകയാണുണ്ടായത്. അതാണ് ഗവർണർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജമായി മാറിയത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഗവർണർ അന്യായമായി നിയമിച്ച വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ വിസമ്മതിച്ചു. പഴയ കഥയാണ്. അപ്പോൾ 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് ചേരണമെന്ന് നിയമ ഭേദഗതി LDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ നിരവധി തവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. ബഹുഭൂരിപക്ഷ കേസുകളിലും സർക്കാരിന് അനുകൂലമായ വിധിയാണ് അന്നുണ്ടായത്. താൽക്കാലിക VC-മാരെ നിയമിക്കുന്നതിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ ക്രമമനുസരിച്ച് ഗവർണർ നിയമനം നടത്തണമെന്നും സുപ്രീം കോടതിയിൽ തന്നെ വിധിയുണ്ടായി. ഇവിടെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പ്രശ്നം വരുമ്പോൾ 2026 മെയ് 31-നാണ് വൈസ് ചാൻസലറുടെ കാലാവധി അവസാനിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 18-നാണ്. അപ്പോൾ താൽക്കാലിക VC നിയമനത്തിനുള്ള പാനൽ നൽകേണ്ടത് സർക്കാർ UDF സർക്കാർ.
ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. ഈ ഭാഗം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറച്ചു വെക്കുകയുണ്ടായി. സർവകലാശാല ഭേദഗതി ബില്ലുകൾ സംബന്ധിച്ച ഫയലുകളിൽ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതിയ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്ത് UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സർക്കാരിനെതിരായ വ്യവഹാരങ്ങളിൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെയാണ് അഡ്വക്കേറ്റ് ജനറലായി UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവ് രൂപീകരിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഗവർണർക്ക് വേണ്ടി അന്നത്തെ സർക്കാരിനെതിരെ ബിനാമി യുദ്ധം നടത്തിയതും നാം കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടെ നിയമവിരുദ്ധമായ ഇടപെടലുകൾ, അതിനെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ അത് അവസാനിക്കേണ്ടതല്ല, അത് തുടരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ UDF സർക്കാർ തയ്യാറുണ്ടോ എന്നതാണ് പ്രസക്തമായ പ്രശ്നം. നമ്മുടെ കേരളത്തിൽ RSSൻ്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള, MG, മലയാളം സർവകലാശാല VC-മാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മാസം തികഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ മതേതര വിശ്വാസികളിൽ കടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. വേറൊരു പ്രശ്നം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത്. ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്യൂറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്പെഷ്യൽ പ്യൂറായി നിയമിച്ച അഡ്വക്കേറ്റ് വാദിച്ച കാര്യം അവിടെ വെറും ചെമ്പുപാളിയാണ് നൽകിയത്, സ്വർണം പൂശിയ ചെമ്പുപാളിയല്ല, വെറും ചെമ്പുപാളിയാണ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹം കോടതിയിലും പുറത്തും പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെ ദേവസ്വത്തിൻ്റെ പ്യൂറായി നിയമിക്കുക, ഇതിൽ
സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം നിയമനങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം അനുസരിച്ചാണോ നടന്നിട്ടുള്ളത്? അതിൽ വലിയ സംശയങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. മന്ത്രിസഭയുടെ റെഗുലർ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണോ OA ആയിട്ട് വന്നതാണോ? അതൊരു പ്രശ്നമാണ്. ഇവിടെ സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്ത് നിയമവകുപ്പ് കണ്ട് നിയമവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ച് മന്ത്രിസഭയിലേക്ക് പോവുകയാണ് ഉണ്ടാക്കുക. അങ്ങനെയാണ് മന്ത്രിസഭ ചർച്ച ചെയ്യുക. ഈ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? ഇപ്പോൾ രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഈ അഭിഭാഷകൻ നിയമിതനായത്. ദേവസ്വത്തിൻ്റെ ക്ലിയറായി വന്നതോടുകൂടി ആ ഇരുന്ന ദിവസം, ആ ഇരുന്ന മണിക്കൂറുകൾ, ഏതെല്ലാം കടലാസുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്, അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ കേസിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെ കയ്യിലുള്ള നിർണായകമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം. ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അത് കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോൾ രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ, അക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ വ്യക്തത ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ പറയാനുള്ള കാര്യം. ഈ VD സതീശന്റെ മംഗലാപുര യാത്രയും ഈ പറയുന്ന RSSന് കീഴടങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധം ശ്രദ്ധിക്കുന്നു? മാത്രമല്ല യാത്രയുടെ കൂടെ ശബരിമല കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതാദ്യവുമായി ബന്ധപ്പെട്ട ആളും കണ്ടെത്തുന്നത് സതീശൻ കഴിഞ്ഞ ദിവസം ആ യാത്രയെക്കുറിച്ച് ചാർട്ടർ വിമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ലാന്നാണ് പറഞ്ഞത്. ആ യാത്രയും ഇപ്പം ഈ പറയുന്ന RSSുമായി ബന്ധം, അവരുടെ അജണ്ട നടപ്പാക്കുന്നു, PMC പദ്ധതി നടപ്പാക്കുന്നു, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ഇതില് അല്പം ദുരൂഹതയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനുള്ള പ്രയാസങ്ങളുണ്ടാകുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ശബരിമല കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനിടയായത്? അദ്ദേഹം എങ്ങനെയൊരു ഇടനിലക്കാരനായിട്ട് മാറുന്നു? അത് ഇതേവരെ വ്യക്തത വരുത്തിയ കാര്യമല്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ അതെന്താണ്, എന്തിനായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബ വീട്ടിൽ പോയതാണ് എന്നൊന്നും അതിനെ കുറിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഏതായാലും അദ്ദേഹം അത് വ്യക്തത വരുത്താത്തോളം കാലം ഈ പറയുന്ന ദുരൂഹത നിലനിൽക്കും. അതുതന്നെയാണ് വസ്തുത. ഈ റിപ്പോർട്ടിൽ അന്ന് ഒരു 10 മിനിറ്റോളം താമസിച്ചതാണ്. അവിടുന്ന് വേഗത്തിൽ ഇറങ്ങാൻ കഴിയും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം അവിടുത്തെ അറ്റകുറ്റപ്പണിക്ക്? അത്രയും വലിയ അറ്റകുറ്റപ്പണിക്കുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അല്ല, അറ്റകുറ്റപ്പണി നടത്താൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ട ആവശ്യമൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ എല്ലാ കെട്ടിടങ്ങൾക്കും ഉണ്ട്. അതിനിടയാക്കിയിട്ടുള്ളത് നമ്മളൊരു പൊതുരീതികളാണ്. അതിൽ നിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ഈ അവിടെ താമസിക്കുന്നൊരു മന്ത്രിയുടെ എന്തോ വ്യക്തിപരമായൊരു കാര്യമാണ് എന്ന മട്ടിലാണ് അതിനെ എടുക്കാറ്. ആരും അപ്പോൾ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാവില്ല. ഈ തുടക്കത്തിൽ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകുമ്പോഴേക്കും അതിൽ കുറ്റം പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിപ്പയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, കോഴിക്കോട് കൺട്രോൾ റൂമിൽ അവിടെ പ്രതിപക്ഷത്തെ CPM ഒരു MLA പ്രവേശിപ്പിക്കാത്തൊരു ഇഷ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ എല്ലാത്തിനും ഒരു കാലത്ത് ഇത്തരം ഈ പകർച്ചവ്യാധി കൺട്രോൾ റൂമുകളിൽ അങ്ങനെ MLA-മാർ കൂടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. MLA-മാർ കൂടി അവിടെ പങ്കെടുക്കാറുണ്ട്. ആ അനുഭവത്തിലാണല്ലോ അവർ പോകുന്നത്. ആ കഴിഞ്ഞ കാലത്ത് കോഴിക്കോടാണല്ലോ നിർഭാഗ്യവശാൽ 2 തവണ ഇത് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അവരെല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷണത്തിൽ കഴിയേണ്ട ആളുകളുണ്ട്. അവരെ ബന്ധപ്പെടുന്ന പണി ഇവരെല്ലാവരും എടുത്തു വരും. അവരെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, നല്ല കരുത്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നതായിരുന്നു നേരത്തെ.
ഈ ലീഡർ നിയമനം ആരാണ് നടത്തിയതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണെന്ന് നടത്തിയത് ആദ്യം ദേവസ്വം മന്ത്രി പറയുന്നു, പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് ലീഡറെ മാറ്റുന്നു. അപ്പോൾ ആരാണ് നടത്തിയതൊരു അതിരാണ് വേണ്ടത്. ഇതിൽ വന്നിടത്തോളം കാര്യങ്ങൾ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായിട്ടാണല്ലോ വരുന്നത്. കാരണം ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയില്ല എന്ന്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ ചില രാഷ്ട്രീയ ആലോചനകൾ ചിലപ്പോൾ നടക്കാറുണ്ട്. രാഷ്ട്രീയമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് അവരുടെ പാർട്ടിയും പറഞ്ഞതായിട്ടാണ് കേട്ടത്. അപ്പോൾ പിന്നെ എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്ക് തന്നെയാണല്ലോ വരുന്നത്. അവിടെയാണ് ഇദ്ദേഹം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് എല്ലാം കൂട്ടിക്കെട്ടി വരുന്നത്. എന്താണ് അങ്ങനെ ഒരു ധൃതി ആ കാര്യത്തിൽ ഉണ്ടാകാൻ റെഡിയായത്? അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങൾ തന്നെയാണ്. അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ്? അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ഈ ഞാൻ പറഞ്ഞ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കടലാസുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? അത് കൃത്യമായി അന്വേഷിക്കാൻ സാധിക്കണം. അതിന് പറ്റുന്ന ഏജൻസി ആയിരിക്കണം നിശ്ചയിക്കുന്നത്. അത് സർക്കാർ തന്നെ ആ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടതാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താങ്കളുടെ മകളെ വിടാതെ പിന്തുടരുകയാണ്. പിണറായി വിജയന്റെ മകളായതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു സമീപനം അവർ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ബുധനാഴ്ച ഹാജരാകാൻ വീണ്ടും നോട്ടീസ് കൊടുക്കും. വീണ്ടും അല്ല, നേരത്തെയുള്ള നോട്ടീസ് തന്നെയാണ്. നേരത്തെയുള്ള നോട്ടീസിന്റെ ഭാഗമായിട്ട് പോകേണ്ടതേ ഉള്ളൂ എന്നാണത്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അന്ന് തന്നെ ഞാൻ പറഞ്ഞാണ്. അത് മേലെ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അവർ വന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. ഇന്നൊരു വാർത്ത പുറത്തുവരുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ശബരിമല സ്ത്രീപ്രവേശനം നടത്തുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രമുഖൻ തിരുവനന്തപുരത്ത് വിളിച്ചു നിർത്തി തന്നെയും ശ്രീജിത്തിനെ ശ്രീജിത്തിനെ അവിടെ മാറ്റി നിർത്തി എന്ന് വായനയുടെ വാർത്തകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യമല്ല. കാരണം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും മുഖ്യമന്ത്രി ഓഫീസിലില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രതിപക്ഷ നേതാവ് ഈ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രി, പ്രത്യേകിച്ച് ലീഗ് നേതാക്കൾ, യു നേതാക്കളൊക്കെ പറയുന്നത് മുൻ സർക്കാർ ഒപ്പിട്ട് പോയി, ഒപ്പം തന്നെ അഡ്വാൻസ് തുകയും കൈപ്പറ്റി, അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന കാര്യമാണ് മന്ത്രി അടക്കം പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു വസ്തുതയും അതിലില്ല. കാരണം നേരത്തെ LDF സർക്കാർ അതിൽ വ്യക്തത വ്യക്തതാണ്. ഞങ്ങളതുമായി തുറന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതോടെ അത് അവസാനിച്ചു. നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ച ഇടങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ് ആദ്യം ഒരു ഘട്ടത്തിൽ അവർ ഈ PMC ഒപ്പിട്ടു. പിന്നീടൊരു ഘട്ടത്തിൽ PMCയുടെ ഭാഗമാകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അത് ഒഴിവാക്കിയതിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് ഈ സാമ്പത്തിക ഉപരോധങ്ങൾ വന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും PMCയുടെ ഭാഗമായി. അപ്പോൾ ഒഴിവാക്കിയാൽ ഒഴിവാക്കി തന്നെയാണ്. അതിനകത്ത് പ്രശ്നമില്ല. ഒഴിവാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് എപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴത്തെ സർക്കാരിനും ഉള്ളത് തന്നെയാണ്. അവരിതെല്ലാം പറഞ്ഞ് നേരത്തെ പറഞ്ഞു നിൽക്കുന്നൊരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂട്ടേൺ അടിക്കുകയാണോ ഒരു ശങ്ക പൊതുവിൽ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഈ പത്മകുമാർ നേരത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് CPM-നെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടക്കുന്ന ആരോപണങ്ങൾ. അതായത് നേരത്തെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാൻ നടപടിയെടുക്കാൻ പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നു. അപ്പോൾ നടപടിയെടുത്താൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നൊരു സമ്മർദ്ദത, ഇപ്പോൾ ബ്ലാക്ക്മെയിലിംഗ് തന്ത്രമാണ് അയാൾ പയറ്റുന്നതാണ് പറയുന്നത്. അതൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നത്തെ കാലത്ത് ആത്മഹത്യ എഴുതുന്നൊരു പൊതുവെയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മഹത്യ എഴുതുന്നുണ്ടല്ലോ. അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കുന്നു. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ വിമർശനങ്ങൾ താങ്കൾക്കെതിരെയും അഭിമുഖത്തിനെതിരെ ഉണ്ടായിരിക്കുകയാണ്. തെറ്റുതിരുത്തൽ എന്താണ് തെറ്റുപറ്റിയെന്ന് പാർട്ടി അല്ല, അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഞാൻ വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്തു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇത് വരികയും അതിന് പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനകത്ത് പിന്തുണച്ച് സംസാരിച്ചതായിട്ട് പറയുന്ന ഒരാളാണ്. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ കാര്യങ്ങൾ. അതിനെന്തിനാ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകേണ്ട കാര്യം? പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു തന്നെയാണല്ലോ ശരി. അതിനർത്ഥം മുമ്പെടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റായിരുന്നു. ആ തീരുമാനം എന്ന് പറയുമ്പോൾ വിഷ്വലായിട്ട് ആളുകളുടെ മുമ്പിലുള്ളത് താങ്കൾ അയ്യപ്പ സംഗമ സമയത്ത് ആ കാലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഉണ്ട്. അപ്പോൾ തീരുമാനം പാർട്ടി അതെടുത്ത് തെറ്റെന്ന് പറയുമ്പോൾ അതും തെറ്റ് എന്നാണ്. അല്ല, അതിനെ തെറ്റായിട്ട് കണ്ടിട്ടില്ല. തെറ്റായിട്ട് കണ്ടത് ഈ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, ആ സംസാരിച്ച കാര്യങ്ങൾ കേരളീയ സമൂഹം പൊതുവിലെടുത്തത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ളൊരു സംസാരമായിട്ടാണ്.
അതിനെക്കുറിച്ചുള്ള പ്രതികരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയിരുന്നു. ആ പ്രതികരണം അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചായില്ല എന്ന പൊതുവിമർശനം വന്നിരുന്നു. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തത്. അതാണ് ഉണ്ടായത്. അങ്ങ് പ്രതിപക്ഷ നേതാവാണ്, ഉപനേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രതിപക്ഷ ഉപനേതാവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് വന്നോളൂ. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അധികാരത്തിലെത്തുന്ന സമയത്ത്, മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ചില അവതാരങ്ങൾ കടന്നു വരാൻ ശ്രമിക്കും, അവരെ അകറ്റി നിർത്തണമെന്ന്. പിന്നീട് ഈ അവതാരങ്ങൾ ഭരണത്തിന്റെ സ്ഥാനങ്ങളിലേക്കും കടന്നു വന്നോ എന്ന് ഗൗരവതരമായി പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറയുകയാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? തീർച്ചയായും അത് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കുന്നതാണ്. അതിന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. അതെ, അതിനെപ്പറ്റി വേറെ പ്രശ്നമില്ല. അതിനെപ്പറ്റി ആരും ശങ്കിച്ചിരിക്കേണ്ട കാര്യം ഒരു പ്രശ്നം അതിനെപ്പറ്റി. അഞ്ചിന ഗ്യാരണ്ടി പറയുന്ന ഈ സൗജന്യ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ ബസ്സുകളെ സംബന്ധിച്ച് 3225 ബസ്സുകളാണ് ഓർഡർ ചെയ്യുന്ന കണക്ക് പറയുന്നത്. ജില്ലകൾ എടുക്കുമ്പോൾ അത്രയും ഓർഡിനറി ബസ്സുകളില്ല. ഇതെങ്ങനെയാണ് നമ്മൾ സന്ദേശത്തോടെയാണ്, പ്രതീക്ഷയോടെ നോക്കുകയാണ്? ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോൾ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ച് പോയി മറ്റ് പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണം. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഒരുപാട് കേരളത്തിലെ പ്രദേശങ്ങൾ ഇന്നിപ്പോൾ പറഞ്ഞ കാറ്റഗറി ബസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ അതെല്ലാവരും നേരത്തെ നൽകിയ വാഗ്ദാനം. അപ്പോൾ ആ വാഗ്ദാനം പാലിക്കാനാകുമോ ഇല്ലേ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്നതിലേ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. ആ നിലപാട് തന്നെ ഞങ്ങൾ തോൽക്കുകയും ചെയ്യും. പ്രതിപക്ഷ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ ഉദ്ഘാടന ചടങ്ങിന്റെ കാര്യമല്ലേ. ഈ പറയുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ നടപടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അതിനെ പിന്താങ്ങുന്ന കാര്യമാണ് ഞങ്ങൾ എപ്പോഴും സ്വീകരിച്ചത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ നിപ പോലുള്ള സംഭവം ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വലിയ പങ്കില്ല. കാരണം ഇപ്പോൾ അത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി കാര്യമായി ഇടപെട്ടില്ല. നേരത്തെ 2 തവണ ഉണ്ടായ സമയത്തും അത് പ്രവർത്തനം ഏകോപിപ്പിച്ചത് താങ്കളായിരുന്നു. അത് കാലം പോയില്ലേ, ഈ പുതിയ കാലമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കന്നഡ ഞാൻ ഇടയ്ക്ക് കണ്ണിനൊരു ചികിത്സ നടത്തിയിരുന്നു. ആ ചികിത്സാ തിമിരത്തിൻ്റെതായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നോക്കുമ്പോൾ വായിക്കാനൊന്നും കണ്ണടയുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ കണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കണ്ണട ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കണ്ണട ഉപയോഗിക്കാതിരിക്കുകയാണ്. ശരി.